കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഇതിൻ്റെ അകത്ത് 2 റെസിസ്റ്ററും 2 കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഇതിനെ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇൻഡക്ടർ സർക്യൂട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻഡക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കണം നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിൾ. ഇവിടെ നമുക്ക് 2 കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പാസിറ്ററിൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജസ് V1 V2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റേറ്റുകളെ നമ്മൾ x1 x2 ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. x1 ഇസ് ഈക്വൽ ടു V1, x2 ഇസ് ഈക്വൽ ടു V2. ഏത് സിസ്റ്റം എടുത്താലും അതിന് ഒരു ഇൻപുട്ടും ഉണ്ടാകും, ഒരു ഔട്ട്പുട്ടും ഉണ്ടാകും. ഇൻപുട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, 0 ഇൻപുട്ടും ആകാം. ഈ കേസിൽ ഈ സർക്യൂട്ടിൻ്റെ അകത്ത് നമുക്കൊരു DC വോൾട്ടേജ് സോഴ്സാണ് ഇൻപുട്ടായിട്ടുള്ളത്. അതിന് VS എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ C2 ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് Y ഇസ് ഈക്വൽ ടു V2 എന്നാണ്. ഇൻപുട്ടിനെ U ഇസ് ഈക്വൽ ടു VS എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ U എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഒരു ഇൻപുട്ടിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് മോഡൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. അതിൻ്റെ A മെട്രിക്സ്, B മെട്രിക്സ്, C മെട്രിക്സ്. D മെട്രിക്സ് ഇവിടെ നള്ളാണ്, അതുകൊണ്ട് അതിവിടെ എഴുതിയിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫർദർ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ R1, R2, C1, C2 എലമെൻസിന് ഈ വാല്യൂസ് എല്ലാം അസൈൻ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് സ്പേസ് മോഡൽ ഈ രീതിയിലേക്ക് മാറും. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ A മെട്രിക്സിൻ്റെ അകത്ത് A11 എന്ന് പറയുന്നത് -1.5 ആണ്. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു സ്റ്റേറ്റ് സ്പേസ് മോഡലിനെ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് കാണാം. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ് മോഡലിനെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് മാറ്റാനായിട്ട് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ, ഈ സ്റ്റേറ്റ് ഇക്വേഷനെ നമുക്ക് 2 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് എഴുതണം. അതുപോലെ തന്നെ നമ്മളുടെ ഔട്ട്പുട്ട് ഇക്വേഷനെ നമുക്ക് ഈ മെട്രിക്സ് ഫോമിൽ നിന്ന് മാറ്റാം. നമ്മൾ ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും ഈ സ്റ്റേറ്റ് സ്പേസ് മോഡലിനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് 2 സ്റ്റേറ്റുകളാണുള്ളത്, x1 x2. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇൻ്റഗ്രേറ്റേഴ്സ് ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമുക്കത് വരയ്ക്കാം. ഈ ഇൻ്റഗ്രേറ്ററിന് ഒരു ഇൻപുട്ടും ഉണ്ടാകും, അതേപോലെ ഒരു ഔട്ട്പുട്ടും ഉണ്ടാകും. ആദ്യത്തെ ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് നമുക്ക് x2 ഡോട്ടിനെ എടുക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് x2 ആയിരിക്കും. രണ്ടാമത്തെ ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻപുട്ട് നമുക്ക് x1 ഡോട്ടായിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് x1 ആയിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് x1 ഡോട്ടിൻ്റെ ഇക്വേഷനാണ്, അതായത് ഇക്വേഷൻ 1. x1 ഡോട്ട് എന്ന് പറയുന്നത് 3 ടേംസിൻ്റെ സമ്മേഷനാണ്. ഓക്കെ, അതിൽ ഒരെണ്ണം യുവിൻ്റെ ടേംസിലുള്ളതാണ്. യു എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് മാർക്ക് ചെയ്യാം. 3 ടേംസിൻ്റെ സമ്മേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സമ്മിങ് ബ്ലോക്കിൻ്റെ ആവശ്യമാണ്. ഈ സമ്മിങ് ബ്ലോക്കിലേക്ക് 3 ഇൻപുട്ട്സ് ഉണ്ടാവും, അതിനൊരു പൊളാരിറ്റി ഉണ്ടാവും. ഏറ്റവും ആദ്യത്തെ ടേം എന്ന് പറയുന്നത് -1.5 ടൈംസ് x1 എന്നുള്ളതാണ്. x1 നമുക്ക് ഇവിടെ കിട്ടും. ഇതിനെ നമുക്ക് 1.5 വെച്ച്
മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമുക്കൊരു ഗെയിൻ ബ്ലോക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിനെ നമുക്ക് നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. സെക്കൻഡ് ടേം x2 ആണ്. x2 നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. x2ന്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 0.5 u ആണ്. അപ്പോൾ u നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് 0.5 ഗെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനും വരച്ചെടുക്കാവുന്നതാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x2 ഡോട്ട് ഇസ് ഈക്വൽ ടു x1 മൈനസ് x2. ഇവിടെ രണ്ട് ടേംസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മിങ് ബ്ലോക്കിൽ രണ്ട് ഇൻപുട്സ് ഉണ്ടാകും. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് x1 ആണ്. x1നെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. രണ്ടാമത്തെ ടേം മൈനസ് x2 ആണ്. x2നെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഈ x1 ഡോട്ടിന്റെ കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അത് ജോയിൻ ചെയ്താൽ അത് തീരും. ഇനി അടുത്ത നമുക്ക് റിയലൈസ് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നമ്പർ 3. ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു x2 ആണ്. x2 നമുക്ക് ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ട ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. ഇനി ഈ സിസ്റ്റത്തിനെ നമുക്ക് മാറ്റ്ലാബിൽ എങ്ങനെ സിമുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം അതേപോലെ തന്നെ നമുക്ക് മാറ്റ്ലാബിൻ്റെ അകത്ത് സിമുലിങ്കിൽ റിയലൈസ് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സിമുലിങ്ങിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സിസ്റ്റം ഒന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഡി സി വോൾട്ടേജ് സോഴ്സ് ഒരു സ്റ്റെപ്പ് സിഗ്നലായിട്ടാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഫൈനൽ വാല്യൂ 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഡി സി വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതായത് വി എസ് ഈക്വൽ ടു 1 വോൾട്ട്. ഈ കേസിൽ ഔട്ട്പുട്ട് x2 നമ്മളൊരു സ്കോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ x1ഉം സ്കോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. x1ഉം x2ഉം കപ്പാസിറ്റേഴ്സ് C1 C2 അക്രോസ് ഉള്ള വോൾട്ടേജസ് ആണ്. ഔട്ട്പുട്ട് എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഔട്ട്പുട്ടിന്റെ വാല്യൂ 0 വോൾട്ടിൽ നിന്ന് 1 വോൾട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി C1ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. C1ന്റെ കേസിലും സെയിം രീതിയിൽ തന്നെയാണ് കാണുന്നത്. 0 വോൾട്ട് മുതൽ 1 വോൾട്ട് വരെയാണ് ഇത് പോകുന്നത്. എന്തുകൊണ്ടാണ് 0 വോൾട്ടിൽ നിന്ന് 1 വോൾട്ടിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് പുറകെ കാണാം. തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ സ്റ്റഡി സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ ആണിത്. സ്റ്റഡി സ്റ്റേറ്റിന്റെ അകത്ത് കപ്പാസിറ്റേഴ്സ് ഓപ്പൺ സർക്യൂട്ട് ആകും. ഇത് നമ്മൾ S3യിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡി സി വോൾട്ടേജ് സോഴ്സ് ആണ് ഇൻപുട്ട് എങ്കിലാണ് ഓപ്പൺ സർക്യൂട്ട് ആവുക. അങ്ങനെ ഓപ്പൺ സർക്യൂട്ട് ആകുന്ന കണ്ടീഷനിൽ രണ്ട് കപ്പാസിറ്റേഴ്സും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് എടുക്കുന്ന കറണ്ട് ഈ കേസിൽ 0 ആണ്. അതായത് സ്റ്റഡി സ്റ്റേറ്റിലാണ് കറണ്ട് 0 ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് വി എസിന്റെ വാല്യൂ എത്രയാണോ അത് തന്നെ ഇവിടെയും കിട്ടും. അതുപോലെ തന്നെയാണ് V2ന്റെ കേസിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് we can write V1 equal to V2 equal to Vs. ഇതുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് വാല്യൂ എന്ത് കൊടുത്താലും അതേ വാല്യൂയിലേക്ക് തന്നെ കപ്പാസിറ്റേഴ്സിൽ അക്രോസ് ഉള്ള വോൾട്ടേജസ് നീങ്ങുന്നത്. സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുമ്പോൾ V1 equal to V2 equal to Vs എന്നുള്ള നിലയ്ക്ക് എത്തും. സിസ്റ്റത്തിന്റെ x1 x2 ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ എടുത്തിട്ട് ടൈം എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് ഈ രണ്ട് സ്റ്റേറ്റ്സിനെയും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ രീതിയിൽ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. രണ്ടിന്റെയും ഫൈനൽ വാല്യൂ 1ന്റെ അടുത്തേക്ക് പോവുകയാണ്. ഓബ്വിയസ്ലി നമ്മൾ കണ്ട സിമുലേഷൻ വെച്ചിട്ട് VS 1 ആയിരിക്കുമ്പോൾ x1 x2 1ലേക്ക് പോകേണ്ടതാണ്. ഇങ്ങനെ ഉള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ട്രജക്ടറി എന്ന് പറയുന്നത്. t equal to 0 to t equal to infinity ഈ സ്റ്റേറ്റുകൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിനെയാണ് സ്റ്റേറ്റ് ട്രജക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ 1 വോൾട്ട് എന്നുള്ള ഇൻപുട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ട്രജക്ടറിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഓരോ ഇൻപുട്ട് വോൾട്ടേജിനും ഓരോ സ്റ്റേറ്റ് ട്രജക്ടറി ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോ ഇനീഷ്യൽ കണ്ടീഷൻസിനും ഒരു സ്റ്റേറ്റ് ട്രജക്ടറി വീതം ഉണ്ടാകും. ഇനീഷ്യൽ കണ്ടീഷൻ ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് കപ്പാസിറ്ററിന്റെയും ഇനീഷ്യൽ വോൾട്ടേജ് 0 ആയിട്ടാണ് നമ്മൾ എടുത്തത്. നോൺ സീറോ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്താലും നമുക്ക് സ്റ്റേറ്റ് ട്രജക്ടറി കിട്ടും. ഇപ്പോൾ എടുത്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ അകത്ത് രണ്ട് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 ഡയമെൻഷണൽ പ്ലെയിൻ കിട്ടി. 3 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ പ്ലെയിൻ കിട്ടും. അതേപോലെ n സ്റ്റേറ്റ് സിസ്റ്റം ആണെങ്കിൽ n ഡയമെൻഷണൽ പ്ലെയിൻ ആയിരിക്കും. രണ്ട് ഇൻപുട്ട് കണ്ടീഷനുള്ള സ്റ്റേറ്റ് ട്രജക്ടറീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നീല കളറ് 1 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ഗ്രീൻ കളർ 2 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും. ഇവിടെ നമുക്ക് കാണാം VS 2 വോൾട്ട് ആണ്. പക്ഷേ 5 ട്രജക്ടറി തന്നിട്ടുണ്ട്. ഓരോ ട്രജക്ടറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റേറ്റുകളുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റുകളുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതത് കപ്പാസിറ്ററുകളുടെ അക്രോസ് ഉള്ള ഇനീഷ്യൽ വോൾട്ടേജസ് ആണ്. ബ്ലൂ കളറിന്റെ കേസിൽ രണ്ട് സ്റ്റേറ്റും ഇനീഷ്യലി 0 ആയിരുന്നു. സോ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് അത് പോകും. 2 വോൾട്ട് തന്നെയാണ് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ്. റെഡ് കളറിന്റെ കേസിൽ കപ്പാസിറ്റർ C2 has an initial voltage of 1 volt and C1 has an initial voltage of 0 volt. അതിൻ്റെ സ്ട്രേറ്റ് ട്രജക്ടറിയും ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ 2ലേക്ക് തന്നെ ചെന്ന് അവസാനിക്കും. 2 എന്ന് ഉദ്ദേശിച്ചത് x1 is equal to 2, x2 is also equal to 2. സിമിലർലി ഗ്രീൻ കളർ ട്രജക്ടറി എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ C1 has an initial voltage of 1 volt and C2 has an initial voltage of 0 volt. ആ കേസിലാണെങ്കിലും ട്രജക്ടറി ഫൈനലി ചെന്നെത്തുന്നത് 2 കോർഡിനേറ്റ്സിലേക്കാണ്. വേറെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും കൂടെ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇനീഷ്യൽ കണ്ടീഷൻസ് പോസിബിൾ ആണ്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി 5 ഇനീഷ്യൽ കണ്ടീഷൻസ് എടുത്ത് പ്ലോട്ട് ചെയ്തതന്നേ ഉള്ളൂ. ഏത് ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും ഈ സിസ്റ്റത്തിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് x1 equal to 2, x2 equal to 2 എന്നായിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ട് ആയിരുന്നുവെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രജക്ടറി ആയാലും അത് 5 വോൾട്ടിൽ ചെന്ന് അവസാനിക്കണം. 2 ഡയമെൻഷണൽ സ്റ്റേറ്റ് പ്ലെയിൻ ആണെങ്കിൽ 5 എന്നുള്ള പോയിന്റിൽ ചെന്നായിരിക്കും സ്റ്റേറ്റ് ട്രജക്ടറീസ് അവസാനിക്കുക. Up till now what we had seen was the case when VS was not equal to 0. എക്സൈറ്റേഷൻ ഉള്ള സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ DC വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ നോൺ സീറോ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അൺഫോഴ്സ്ഡ് സിസ്റ്റം, ദാറ്റ് ഈസ് ദി ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്റ്റേറ്റ് ട്രജക്ടറീസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് വേരിയസ് ഇനീഷ്യൽ കണ്ടീഷൻസിനുള്ള സ്റ്റേറ്റ് ട്രജക്ടറീസ് ആണ് ഉള്ളത്. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് വേർ യു ഹാവ് x1 ടു ബി ഈക്വൽ ടു 1 ആൻഡ് x2 ടു ബി ഈക്വൽ ടു 0. റൈറ്റ്. ഇവിടുന്ന് തുടങ്ങുന്ന സ്റ്റേറ്റ് ട്രജക്ടറി ഇതുവഴി വന്ന് നേരെ 0ലേക്ക് പോകും. ഇഫ് യു റിമെമ്പർ ദ സർക്യൂട്ട്, രണ്ട് കപ്പാസിറ്റേഴ്സ്, അതിൽ ഇനീഷ്യൽ വോൾട്ടേജ് എന്ത് തന്നെ ആയിക്കോട്ടെ, ടൈം പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റേഴ്സ് റെസിസ്റ്റേഴ്സ് വഴി ഡിസ്ചാർജ് ചെയ്ത് ഫൈനലി അതിന് അക്രോസ് ഉള്ള ടെർമിനൽ വോൾട്ടേജ് 0ലേക്ക് പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമുക്കിവിടെ സിമുലേഷനിൽ സ്റ്റേറ്റ് ട്രജക്ടറിയിൽ കാണാൻ സാധിക്കുന്നത്.
ടൈം പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂ സ്റ്റേറ്റ് ട്രജക്ടറീസിൻ്റെ വാല്യൂ സീറോയിലേക്ക് വരികയാണ്. whatever be the initial conditions of the states, they all come to the same point 0 0, right? Now this is the case where you have the input Vs as equal to 0. Now this particular point is called the equilibrium point. അൺഫോഴ്സ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ കേസിലാണ് ഈ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Now for every linear time invariant system, the point on the two-dimensional or the n-dimensional plane 0 0 0 or the origin of the n-dimensional plane will be the equilibrium point. Keep that in mind. We'll need that when we do some analysis on nonlinear system. Now, to give a brief recap, we started from an electrical system and then we proceeded to the state space model, and then we simulated that in MATLAB, and from there we took out the state trajectories, and finally we have seen what an equilibrium point really means. Thank you very much.